സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2023 അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന തസ്തികയിലേക്കായിട്ട് നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു? ഒരു പരീക്ഷ പോലെ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ബഹദൂർ ഷാ രണ്ടാമനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബഹദൂർ ഷാ രണ്ടാമൻ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആര്? അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ. രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു? റഷ്യയാണ്. റഷ്യ. രക്തരൂഷിതമായ ഞായറാഴ്ച എന്നത് ഏത് രാജ്യങ്ങളിലെ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യയാണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? നീരജ് ചോപ്ര ഹരിയാനയാണ്. ഹരിയാന. നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഹരിയാന. ഭൗമഘടനയിൽ മൊഹോ വിഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായ പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഭൂമിയുടെ പുറം പാളിയായ ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്നും വേർതിരിക്കുന്നു. മൊഹോ വിഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാന്റിൽ വ്യാപിച്ചിരിക്കുന്നു. ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെ അർദ്ധദ്രവാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് മൊഹോ വിഛിന്നത. ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലമാണ് മൊഹോ വിഛിന്നത. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 പ്രസ്താവനകൾ മാത്രമാണ് ശരി. 1, 2 ഈ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഭൂമിയുടെ പുറം പാളിയായ ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്നും വേർതിരിക്കുന്നു. മൊഹോ വിഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാന്റിൽ വ്യാപിച്ചിരിക്കുന്നു. ഈ 2 പ്രസ്താവനകൾ ശരി. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത്? വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത് സിന്ധു നദിയാണ്. സിന്ധു നദി. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് അനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് ഉത്തരം, 24 ഡിഗ്രി സെൽഷ്യസ്. കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു? കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു? അഗസ്ത്യമലയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അഗസ്ത്യമല. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPC-യുമായി കരാറിലൊപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശം ഏത്? ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPC-യുമായിട്ട് കരാറിൽ ഒപ്പിട്ടത് ഓപ്ഷൻ ബി ആണ്, ലഡാക്ക് ആണ്. ലഡാക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018-ലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്.
1, 3 എന്നിവ ശരിയാണ്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 1950. ഇനി പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നു പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018 2015 ജനുവരി 1 നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്നത് 2015 ജനുവരി 1. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ തന്നിരിക്കുന്നു ഹരിത വിപ്ലവം, ധവള വിപ്ലവം, നീല വിപ്ലവം, മഞ്ഞ വിപ്ലവം, സുവർണ വിപ്ലവം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഹരിത വിപ്ലവം ഭക്ഷ്യോൽപാദനം, ധവള വിപ്ലവം പാൽ ഉൽപാദനം, നീല വിപ്ലവം മത്സ്യ ഉൽപാദനം, മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനം, സുവർണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനം. ഹരിത വിപ്ലവം ഭക്ഷ്യോൽപാദനം, ധവള വിപ്ലവം പാലുൽപാദനം, നീല വിപ്ലവം മത്സ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മഞ്ഞ വിപ്ലവം എന്നത് എണ്ണക്കുരു ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സുവർണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനം. അടുത്ത ചോദ്യം 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തന്നിരിക്കുന്നു ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കേരളം, ഛത്തീസ്ഗഡ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. കേരളം, പുതുച്ചേരി, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നു സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം, കയറ്റുമതി. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3. 1, 2, 3. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം എന്നിവ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ആണ്. ജനാധിപത്യേതര ഗവൺമെന്റ് എന്നാൽ ജനാധിപത്യേതര ഗവൺമെന്റ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2, 4. 2, 4. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. ഏത്? ജനാധിപത്യേതര ഗവൺമെന്റ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിൽ നിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായത് കണ്ടെത്തുവാനാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 1, 2 എന്നിവ ശരിയാണ്. 1, 2 എന്നിവ ശരിയാണ്. നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ. കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം
ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്നു നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏവയെന്ന് കണ്ടെത്തുക. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം, സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനുള്ള അവകാശം. മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 2, 3 എന്നിവ ശരിയാണ്. 2, 3. സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്നത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് ഏവയെന്ന് കണ്ടെത്തുക. 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 103 ഭരണഘടനാ ഭേദഗതികൾ, 2021 സെപ്റ്റംബർ വരെ എന്ന് പറഞ്ഞിരിക്കുന്നു, 22 ഭാഗങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 4 എന്നിവ ശരിയാണ്. 1, 4 എന്നിവ ശരിയാണ്. 1, 4. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകൾ. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന ധനകാര്യമന്ത്രി കേരള സംസ്ഥാന നിവാരണ അതോറിറ്റി അംഗമാണ്. സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 4 എന്നിവ ശരിയാണ്. 2, 4. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ശരിയാണ്. സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. ശരിയാണ്. ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക. ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ പെടുന്നു. കൂട്ടുത്തരവാദിത്വവും വൈദഗ്ധ്യവും ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 ശരിയാണ്. ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽപ്പെടുന്ന കാര്യങ്ങൾ ഏവയെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്ന ഫയലുകൾ, കോടതി പരിഗണനയിലുള്ളവ, രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ, ലോഗ് ബുക്ക്. വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽപ്പെടുന്നവ. ഓപ്ഷൻ ബി ആണ്. 1, 4 എന്നിവ. 1, 4. ഫയലുകൾ, ലോഗ് ബുക്ക് എന്നിവ. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നു ജലസംരക്ഷണം, ശുചിത്വം, വനവൽക്കരണം, കൃഷി. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്തത് വനവൽക്കരണമാണ്. വനവൽക്കരണം, ജലസംരക്ഷണം, ശുചിത്വം, കൃഷി എന്നിവയെല്ലാം ഹരിത കേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏത്? രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി കരളാണ്. കരൾ. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം.
കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ടെറ്റനിയാണ്. ടെറ്റനി. കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നു. ടെറ്റനി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ എലിപ്പനിക്ക് കാരണമായ രോഗകാരി. എംഫിസിമ എന്ന രോഗത്തിന് കാരണം. എംഫിസിമ പുകവലി. 4ാമത് ഇൻഡോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ന്യൂഡൽഹി. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഓപ്ഷൻ സി ആണ് 15 സെൻറ്റിമീറ്റർ. വക്രത ആരം 30 സെൻറ്റിമീറ്റർ, ഫോക്കസ് ദൂരം കണക്കാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി 15 സെൻറ്റിമീറ്റർ. 29ാമത്തെ ചോദ്യം. 4ാമത് ഇൻഡോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്നത് ന്യൂഡൽഹി. 6ാമത്, അതായത് 2024 ഇൻഡോ US ഹെൽത്ത് ഡയലോഗിന് വേദിയായത് വാഷിങ്ടൺ DC ആണ്. വാഷിങ്ടൺ DC. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യം. തുലന സ്ഥാനത്തു നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. തുലന സ്ഥാനത്തു നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ ഈ താപനില എത്രയായിരിക്കും? 95 ഡിഗ്രി ഫാരൻഹീറ്റ്. 95 ഡിഗ്രി ഫാരൻഹീറ്റ്. ഉരുളക്കിഴങ്ങ് കൃഷിക്കാൻ യോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം എത്ര? ഉരുളക്കിഴങ്ങ് കൃഷിക്കാൻ യോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം 5 ആണ്. 5. ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏത്? കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ. താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അമോണിയ. താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി അമോണിയ. ഇതിൽ ഏത് കായിക താരമാണ് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത്? ഗോൾഡൻ സ്ലാം സ്റ്റെഫി ഗ്രാഫ്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരമാണ് KD ജാദവ്. KD ജാദവ്. ഇതിൽ ജ്ഞാനപീഠ അവാർഡ് നേടാത്തത് ആര്? തന്നിരിക്കുന്ന വയലാർ രാമവർമ്മ, ONV കുറുപ്പ്, MT വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. നേടാത്തത് വയലാർ രാമവർമ്മ. ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം. ഭാരതരത്ന സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ. 2021 ICC T20 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലം. 2021 ICC T20. ഓപ്ഷൻ സി ആണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ. 2024 T20 പുരുഷ ലോകകപ്പ് നടന്നത് വെസ്റ്റ് ഇൻഡീസിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുമാണ്. വെസ്റ്റ് ഇൻഡീസ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ടോക്കിയോ 2022 ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം അമേരിക്കയാണ്. അമേരിക്ക. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? സെർച്ച് എഞ്ചിൻ തന്നിരിക്കുന്നു. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. സെർച്ച് എഞ്ചിൻ ഗൂഗിൾ. ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി റീഡ് ഓൺലി മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറി. ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ട്രാൻസ്ലേറ്റർ ലാംഗ്വേജ് പ്രോസസ്സറാണ്. ലാംഗ്വേജ് പ്രോസസ്സർ.
ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമെല്ലാം വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേര് ഫിഷിംഗ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിൻ്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്നവ ഏതെല്ലാമാണ്? സർക്കാരിൻ്റെ സർക്കുലറുകൾ, കുറിപ്പുകൾ, ഉത്തരവുകൾ, സർക്കാരിൻ്റെ വിവിധ കരാറുകൾ, ആ പൊതു അധികാരിക്ക് പ്രാപ്യമായ സ്വകാര്യ സ്ഥാപനത്തിലെ രേഖകൾ, ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 മുതൽ 4 വരെയുള്ളവ. 1 മുതൽ 4 വരെ ഉള്ളവ. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ താഴെ പറയുന്നവരിൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരെല്ലാം? തന്നിരിക്കുന്നു. തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി, ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യത്തിനു വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തി, ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്നയാൾ, സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തി. 1, 3 എന്നിവ. 1, 3. തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി, ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്നയാൾ. 2005 ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്നതിനുള്ള നിർവചനം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1989 ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ അവകാശങ്ങൾ. ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്ന ശാരീരിക പീഡനം, വൈകാരിക പീഡനം, സാമ്പത്തിക പീഡനം, ലൈംഗിക പീഡനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാ സൂചനകളും പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആണ്. 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവയിൽ ആർക്കാണ്? ഓപ്ഷൻ എ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇനി വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 10 ചോദ്യങ്ങൾ. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. 52 ഓപ്ഷൻ സി. 53ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 54 ഓപ്ഷൻ ഡി. 55ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 56 ഓപ്ഷൻ സി. 57ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 59 ഓപ്ഷൻ എ ആണ്. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. മാഗ്നം ഓപ്പസ് ഓപ്ഷൻ ബി. A place where birds are kept is called an apiary. The chief guest dash in time, turned up in time. Identify the word with correct spelling. Option D ആണ്. OCCASION, occasion. Choose the correct passive form of the following. Manoj has read many good books. Option C. Many good books have been read by Manoj. Identify the word which does not mean amend. Join. If I had time dash, I would watch a film.
He asked whether she could sing. Read the sentence given below to find out whether there is any grammatical error in it. The error, if any, will be in one part of the sentence. If there is no error, the answer is 4. Mark the answer in the response sheet. One of our students have won the first place in the competition. Option B, have won. In the question below, there is a sentence of which some parts have been jumbled up. Rearrange these parts labeled P, Q, R and S to produce the correct sentence. Choose the proper sequence and mark the answer in the response sheet. Option C ആണ് ഉത്തരം. SPQR. We are inspired by people who do amazing things, but what is more inspiring is how they got there. മലയാളം ചോദ്യങ്ങൾ താഴെ പറയുന്നവയിൽ ശരിയായ രൂപം. ഓപ്ഷൻ എ ആണ് ഹാർദം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. സ്വാമികൾ. ബഹുലം എന്ന പദത്തിൻ്റെ വിപരീത പദം വിരളം. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏത്? കാറ്റുള്ളപ്പോൾ പാറ്റണം. 5-6 ദിവസമായല്ലോ ഈ തിണ്ണയിലിരിക്കുവാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൽ 5-6 എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു? ദ്വന്ദ്വ സമാസം. താഴെ പറയുന്നവയിൽ പര്യായമല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ബി, ആനനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി, ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഭസന്ധിക്ക് ഉദാഹരണം ഏത്? ലോഭസന്ധി. ഓപ്ഷൻ എ, തണുപ്പുണ്ട്. ശോണിമ എന്ന പദത്തിൻ്റെ അർത്ഥം ചുവപ്പ്. മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉമാച്ചു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി വരുന്ന 20 ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ളതാണ്. പിന്നെ അടുത്ത സെയിൽസ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.